നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ UCT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മാരിറ്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മാരിറ്റൽ കോൺഫ്ലിക്റ്റ്, മാരിറ്റൽ ഡിസ്ഹാർമണി, അതിനെയൊക്കെ കുറേ കൂടെ ബെറ്ററായിട്ട് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ യങ്ങർ കപ്പിൾസൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് ഇൻലോസിൻ്റെ ഇൻഫ്ലുവൻസ്. ഇപ്പം പല സീരിയസ് ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള കപ്പിൾസും നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ അവരുടെ ഇടയിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതിന് കാരണമായി തീരുന്നത് പലപ്പോഴും അവരുടെ പാരൻസ് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലും അവരുടെ തീരുമാനങ്ങളിലും ഒക്കെ ഇൻവോൾവ് ആവുമ്പോഴാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളൊക്കെ തന്നെ കുറേ കൂടെ വേഗത്തിൽ മെച്യൂർ ആവുന്നതായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അവർ കല്യാണം കഴിയുന്നതോടുകൂടെ വേറൊരു വീട്ടിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ ലൈഫ് ഒരു വിത്തിൻ 1 ഇയർ ഹൈലി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും ലൈഫ് കുറേ കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും വിത്തിൻ 1 ഇയർ ഒരു വളരെ മെച്യൂർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. അതേസമയം ആൺകുട്ടികൾ മെജോറിറ്റിയും അവരുടെ പാരൻസിൽ നിന്ന് സെപ്പറേറ്റഡ് ആവാത്തത് കൊണ്ട് തന്നെ വേണ്ടുന്നതായിട്ടുള്ളൊരു മെച്യൂരിറ്റി പലർക്കും വരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ലിവിങ്ങിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് കുറേ കൂടെ മെച്യൂർഡായിട്ടും നിങ്ങളുടെ ലൈഫ് കുറേ കൂടെ നിങ്ങളുടേതായിട്ടുള്ള വിഷൻസും പെർസെപ്ഷനും അനുസരിച്ച് ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിനുള്ളൊരു ഫ്രീഡവും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ എപ്പോഴും മാരിറ്റൽ ലൈഫിന് ശേഷം സ്പൗസുകളുടെ ഇടയിലുള്ള ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഹസ്ബൻഡിനും വൈഫിനും തന്നെ ആയിരിക്കണം. ഒരിക്കലും നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ പാരൻസിലേക്ക് മാരേജിന് ശേഷം പോകാനായിട്ട് ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും അനുവദിക്കരുത്. ഈവൻ കുട്ടികൾ വന്നാൽ പോലും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കല്യാണം കഴിഞ്ഞ് കുട്ടികളാവുന്നവരെയൊക്കെ ഈ പ്രയോറിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. പക്ഷേ കുട്ടികൾ വന്നു കഴിയുമ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഫസ്റ്റ് പ്രയോറിറ്റി കുട്ടിയിലേക്ക് മാറുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ വരുന്നതും ഒരിക്കലും മാരിറ്റൽ ലൈഫിനെ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പോലും ഫസ്റ്റ് പ്രയോറിറ്റി ഹസ്ബൻഡിനും വൈഫിനും തന്നെ അവരുടെ ഇടയിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് പാരൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ അവരുടെ നീഡ്സും അല്ലെങ്കിൽ അവരെ നമ്മൾ വീക്കായിട്ടുള്ള സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ നീഡ്സൊക്കെ നമ്മൾ മീറ്റ് ചെയ്യണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയൊക്കെ മീറ്റ് ചെയ്യണം. അത് വേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയൊരു ഫാമിലി, ഒരു മാരേജ് നടന്നു കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റ് ലിവിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ലൈഫ് കുറേ കൂടെ ബെറ്റർ ആക്കുകയാണ് ചെയ്യുന്നതെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു എൻ്റർപ്രൈസസിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ പല രീതിയിലും നമുക്ക് വീഴ്ചകളൊക്കെ സംഭവിക്കും. അല്ലാതെ എല്ലാം നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ മാരേജ് കഴിയുമ്പോഴാണെങ്കിലും സെപ്പറേറ്റ് ലിവിങ്ങിലേക്ക് പോകുമ്പോഴാണെങ്കിലും പല കാര്യങ്ങൾക്കും നമുക്കൊരു അജ്ഞതയും വീഴ്ചയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ നമ്മുടെ ലൈഫ് ഓണസ്റ്റായിട്ടും ഫെയ്ത്ത്ഫുള്ളായിട്ടും ട്രൂത്ത് സീക്ക് ചെയ്ത് ബെറ്ററായിട്ടുള്ള ഔട്ട്കം നമ്മൾ എയിം ചെയ്തുകൊണ്ട് എയിം ടു ദ ഹൈ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈഫ് കുറേ കൂടെ ഫങ്ഷനിങ് ആയിട്ടും ഏബിളായിട്ടും മീനിങ് ഫുള്ളായിട്ടും സിഗ്നിഫിക്കൻ്റ് ആയിട്ടും നമുക്ക് മാറ്റാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ സ്പൗസിനിടയിൽ ഓണസ്റ്റായിട്ട് സംസാരിക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുക, ഒരു കംഫർട്ടാവുക, ഡീലിങ്സും ഇൻട്രാക്ഷൻസൊക്കെ തന്നെ സ്ട്രെയിറ്റും അതുപോലെ തന്നെ വളരെ ട്രാൻസ്പാരൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഹാർമണി മാരിറ്റൽ ലൈഫിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ മാരിറ്റൽ ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വേണ്ടുന്ന കറക്ഷൻസും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തിക്കഴിഞ്ഞാൽ വോളണ്ടറി ആയിട്ട് നിങ്ങളുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കുറേ കൂടെ ക്ലിയർ ആയിട്ട്, നിങ്ങളുടെ പാത്ത് കുറേ കൂടെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് കഴിയും എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. അങ്ങനെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മാരിറ്റൽ ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.